ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. മിഠായി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ഒരു ഓട്ടട ഉണ്ടാക്കലാണ് കേട്ടോ. ഓട്ടട പല സ്ഥലത്ത് പല പേരാണ്. ഞങ്ങളുടെ ഇവിടെ ഓട്ടട എന്നാണ് പറയുക. അതിലേക്ക് ആവശ്യമുള്ള സാധനം: ഒരു ഗ്ലാസ് അരി, ഒരു മുട്ട വേണം. ഇതിപ്പോൾ നാളെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്നിപ്പോൾ നമ്മൾ അരി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. അരി ഇവിടെ കഴുകി വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ആവശ്യമുള്ളത് ചോറാണ്. ഈ അരി എത്ര എണ്ണം എടുക്കണത് അത്ര ചോറ് വേണം. അരി ഒരു ഗ്ലാസ് അരി നാളെ കുതിരുമ്പോൾ അത് കൂടുതലുണ്ടാവും. പക്ഷേ ചോറ് ഇത്ര വേണം, അത് നിർബന്ധമാണ്. വെള്ള അരിയുടെ ചോറാണെങ്കിൽ നന്നായി, പക്ഷേ ഇവിടെ കുത്തരിയുടെ ചോറുള്ളൂ. അപ്പോൾ വെള്ള അരിയുടെ ചോറാകുമ്പോൾ ഒന്നിങ്ങനെ നല്ല വെളുത്ത കളറായിരിക്കും. അപ്പം ഇതാകുമ്പോൾ ചെറിയൊരു കളർ മാറ്റം ഉണ്ടാവും. പിന്നെ ഈ ഒരു മുട്ട ഇതിൽ നമ്മൾ നാളെ ചേർക്കും. ഈ മുട്ടയുടെ മഞ്ഞ നാടൻ മുട്ടയ കാരണം കൊണ്ട് ഒരിത്തിരി മഞ്ഞ കളർ കൂടും. അപ്പോൾ അപ്പത്തിന് ചെറിയൊരു കളർ മാറ്റം ഉണ്ടാവും, അല്ലാതെ കുഴപ്പമൊന്നുണ്ടാവില്ല. നാടൻ മുട്ടയാകുമ്പോൾ മഞ്ഞക്കരുവിൻ്റെ കളറൊന്ന് കൂടുതലായിരിക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഇതിന് മുട്ടപ്പം എന്നും പറയും, പിന്നെ ഓട്ടട എന്ന് പറയും, അതുപോലെ മുട്ടപ്പത്തിരി എന്ന് പറയും. അങ്ങനെ കുറേ ഇതുണ്ട്. ഇതിപ്പോൾ 2 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിലും ഒരു മുട്ട മതി, 3 ഗ്ലാസ് എടുക്കുകയാണെങ്കിലും ഒരു മുട്ട മതി. പക്ഷേ ഇപ്പോൾ ഞാനും ഇക്കും മാത്രമേ ഉള്ളൂ, അത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് അരി മതി. അപ്പോൾ അതിലേക്ക് ഒരു മുട്ട എടുക്കാതെ തരില്ല. അപ്പോൾ എന്തായാലും ഒരു മുട്ട മതി. അപ്പോൾ ഒരു മുട്ട, ഒരു ഗ്ലാസ് അരി, ഒരു ഗ്ലാസ് ചോറ്, ഇത്ര സാധനങ്ങൾ മാത്രമാണ് ഇതിലേക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി വെള്ളത്തിട്ടിട്ട് കിടക്കുകയാണ്. പിന്നെ ഈ ചോറില്ലേ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അരി അരച്ച് വരുമ്പോൾ മിക്സിയുടെ ജാറ് ചൂടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇതിലേക്ക് പ്രത്യേകിച്ചൊന്നും ചേർക്കാല്ല. അരി, മുട്ട, ചോറ് മാത്രമേ ഉള്ളൂ. ഈ ചോറ് തണുത്തതായിരിക്കണം. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച ഇതാവുമ്പോൾ നമുക്ക് നല്ലതിൽ കിട്ടും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അരിയുടെ ചോറിൻ്റെ ഒരു തണുപ്പുണ്ടാവും. അപ്പോൾ ആ തണുപ്പുണ്ടാകുമ്പോൾ മിക്സിയുടെ ജാറിൽ അടിക്കുമ്പോൾ അത് ചൂടാവില്ല. അപ്പോൾ കാരണം കൊണ്ട് 1 മണിക്കൂർ നമ്മൾ ഇത് അരച്ചിട്ട് പുറത്ത് വെച്ചതിൻ്റെ ശേഷമാണ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതുവരെ ഇത് ചൂടാവാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നന്നായി പൊങ്ങി വരും. അതാണ്. പിന്നെ അപ്പസോഡയും ഉപ്പും ചേർക്കേണ്ടവർക്ക് ചേർക്കാം. ഞങ്ങൾ അപ്പസോഡ ചേർക്കാറില്ല, ചേർത്താൽ നല്ലതാണ്. ചേർത്താൽ ഒന്നുകൂടി സോഫ്റ്റായിട്ട് പൊന്തിയിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. താല്പര്യമുള്ളവർക്ക് ചേർക്കാം. ഉപ്പ് നമ്മൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താൽ മതി. അപ്പോൾ നാളെ കാണാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നേരം എടുത്ത് എനിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരി ഇതവിട്ടിരിക്കണു. പിന്നെ ഇത് ചോറ് ധരിക്കണു, ഫ്രിഡ്ജിൽ വെച്ചതാണ്. പിന്നെ മുട്ട ഇതിൽ ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലിടേണ്ടത് ഇത് കുറച്ച് ഉപ്പിടണം. കുറച്ച് ഉപ്പിട്ടു. പിന്നെ സ്വല്പം തരി അപ്പസോഡ ഇട്ടു. പിന്നെ വേണ്ടത് ചോറ് 2 വട്ടമായിട്ട് അരയ്ക്കുക. എന്ന് വെച്ചാൽ ഒരു വട്ടത്തിനാണെങ്കിൽ കൂടുതലാണ്, 2 വട്ടത്തിന് ഇത്തിരി കുറവുമാണ്. പക്ഷേ എന്നാലും 2 വട്ടമായിട്ട് അരയ്ക്കുക. പകുതി ചോറിട്ടു. പകുതി അരിയിട്ടു. കുറച്ച് വെള്ളം ഒഴിക്കുക. ഈ അരിയിലുള്ള വെള്ളം തന്നെ നല്ല വെള്ളമാണ്, അതൊഴിച്ചാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം. അരിയുടെ നല്ലോണം ഒപ്പാവരുത്, എന്നാലോ കുറച്ച് ഇത്തിരി തിക്ക് വേണം. അപ്പോൾ അത്രക്കുള്ള വെള്ളം ഇത് കാണുമ്പോൾ അറിയില്ലേ. ഇത്ര വെള്ളം ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. നന്നായി അരഞ്ഞ് വന്നിട്ട് ആ മുട്ടയുടെ ഒരു കളറും ചോറും അരിയൊക്കെ കൂടിയിട്ട് നല്ല കളറാണ്.
ഈ ഒരു പാകമാണ് വേണ്ടത്. ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് കട്ടിയാവരുത്. കണ്ടോ, ഒരു ദോശമാവിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പം. അപ്പോൾ ഉണ്ടാക്കി നോക്കണം. ഞാൻ അടുത്തതും കൂടി ഇറക്കി. രണ്ടാമത് അരച്ചത് ഇതാ നല്ല വൈറ്റ് കളറാണ് കേട്ടോ. മുന്നേ അരച്ചത് നോക്കിക്കേ, ആ മുട്ടയുടെ മഞ്ഞുള്ള കാരണം കൊണ്ട്, അത് നാടൻ മുട്ടായ കാരണമാണ് കേട്ടോ. അപ്പോൾ മറ്റേ മുട്ട എനിക്ക് ഇത്ര കളറുണ്ടാവില്ല. കളറുണ്ടായാലും കുഴപ്പമുള്ളതൊന്നല്ല. നാടൻ മുട്ട ഉള്ളവർ നാടൻ മുട്ട എടുത്തോളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. പിന്നെ അരിയും ചോറും തുല്യ അളവായിരിക്കണം. ചോറ് കുറഞ്ഞാൽ അപ്പം നല്ല ഡ്രൈ ആയിരിക്കും. ചോറ് കൂടി കഴിഞ്ഞാൽ ഒരു തുറുതുന്നനുള്ളൊരു അങ്ങനെ വിരൽ തൊട്ടാൽ അങ്ങനെ അടിയിലേക്ക് പോകണ ഒരു പരിഭവം. അതാണ് ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ചോറും ഇതും കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ ഇടുമ്പോൾ ആ അരിയുടെ അതേ കണക്കിന് തന്നെ ഇടണം. പിറ്റുന്ന അരി കുതിരും ആ ഒരു കണക്ക് നമ്മൾ നോക്കരുത്. ഇത് ഒരു ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ചോറ്, അതാണ് ഇതിൻ്റെ. അത് നമ്മൾ കയ്യിൽ അളന്നെടുക്കുകയാണെങ്കിലും കയ്യിൽ ആണെങ്കിലും നമ്മൾ അതേ അളവ് തന്നെ എടുക്കണം. അത് അത്ര മാത്രമാണ് ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഉപ്പ്, സോഡാപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി. സോഡാപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലോണം പൊങ്ങി വീർത്ത് വരാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒക്കെ ഇടാറുണ്ട് കേട്ടോ. ഓർമ്മയുള്ളപ്പോൾ ഇടാറുണ്ട്, ഓർമ്മയില്ലാത്തപ്പോൾ ഇടാറുമില്ല. അങ്ങനെയാണ്. അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഉണ്ടാക്കാം കേട്ടോ. പാൻ ചൂടായിട്ടുണ്ട്. ഓട്ടട രണ്ട് കയ്യിൽ ഒരു 1.5 കയ്യിൽ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൂടി വയ്ക്കും. കണ്ട നല്ല അടിപൊളിയായിട്ട് ഓട്ടപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഞാൻ ബാക്കിയുള്ളത് ഉണ്ടാക്കട്ടെ. ഓട്ടപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിയിൽ നിന്ന്. അപ്പോൾ നല്ല അപ്പമാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓട്ടടാന്നും മുട്ടപ്പം എന്നൊക്കെ പറയും, മുട്ടപ്പത്തിരി എന്ന് പറയും. ഏത് പേര് വേണമെങ്കിലും ഓരോ നാട്ടിലും ഓരോ പേരുകളാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയുള്ളത്. തേങ്ങാപ്പാലും പഞ്ചസാരയാണ് ഇതിലേക്ക് ടേസ്റ്റ്. പിന്നെ ഇറച്ചിക്കറിയാണ്. എന്ത് കറി കൂട്ടിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം, ഉണ്ടാക്കി കഴിക്കുക. പക്ഷേ ഞങ്ങൾക്ക് തേങ്ങാപ്പാലാണ് ഇഷ്ടം, അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി. പിന്നെ എന്ത് വേണമെങ്കിലും ഓരോരുത്തർക്കും ഓരോ താല്പര്യം പോലെ. നല്ല അപ്പമാണ്, നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരും. അടുപ്പത്താണെങ്കിൽ ഇത് നല്ലോണം വരും. പക്ഷേ അടുപ്പത്ത് വെക്കുന്ന ചട്ടിക്ക് ചെറിയൊരു ചിന്നലുണ്ട്. അത് കാരണം കൊണ്ട് ഇന്ന് ആ ചട്ടിയിലല്ല ഉണ്ടാക്കിയത്, ഫ്രൈ പാനിലാണ് ഉണ്ടാക്കിയത്. ഫ്രൈ പാനിൽ ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. രണ്ടും നമുക്ക് നല്ലതാണ്. നല്ല അപ്പമായിട്ട് കിട്ടും, നല്ല സോഫ്റ്റാണ് ഈ അപ്പം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.